Hi all. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല ഫോർ ഈക്വൽ ഇൻ്റർവെൽസ് ആണ്. ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല എന്ന് വെച്ചാൽ ഇതാണ്. y of x ഈക്വൽ ടു y of x നോട്ട് പ്ലസ് യു എച്ച് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് യു എച്ച് ഈക്വൽ ടു y നോട്ട് പ്ലസ് യു ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ y നോട്ട് പ്ലസ് u into u minus 1 by 2 factorial into delta square y naught plus u into u minus 1 u minus 2 divided by 3 factorial into delta cube y naught plus etc. ഇതിനകത്തുള്ള വേരിയബിളായിട്ടുള്ള ഒരു വേരിയബിളാണ് യു എന്ന് പറയുന്നത്. യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് യു ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച്. ഈ എക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് തരും. എക്സ് നോട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള ഇനീഷ്യൽ പോയിൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ തൊട്ട് താഴെ ഇതാ ഒരു എക്സാമ്പിൾ ഉണ്ട്. ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല വെച്ച് y അറ്റ് എക്സ് ഈക്വൽ ടു 8 കണ്ടുപിടിക്കേണ്ട പ്രോബ്ലമാണിത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 8. അങ്ങനെയാണെങ്കിൽ ഇവിടെ യു എന്ന് പറയുന്നത് പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്യുമ്പം ഇവിടെ യു ഈക്വൽ ടു 8 മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ആദ്യത്തെ ഇനീഷ്യൽ പോയിൻറ്റിനാണ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിളിൻ്റെ അകത്ത് എക്സ് എന്ന് പറയുന്നത് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് വൈ ഐ വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സ് നോട്ട് 0 ആണ്, x1 5 ആണ്, x2 10 ആണ്, x3 15 ആണ്, x4 20 ആണ്, x5 25 ആണ്. അപ്പോൾ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാൻ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ്, ഈ പ്രോബ്ലത്തിൻ്റെ കേസിൽ 0 ആയിരിക്കും. എച്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലാണ്, അതായത് എക്സ് നോട്ടും എക്സ് വണ്ണും തമ്മിലുള്ള ഇൻ്റർവെല് 5 മൈനസ് 5 ഈക്വൽ ടു 5 മൈനസ് 0 ഈക്വൽ ടു 5 ആണ്. എക്സ് വണ്ണും എക്സ് ടുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മൈനസ് 5 ഈക്വൽ ടു 5 ആണ്. 15 മൈനസ് 10 ഈക്വൽ ടു 5 ആണ്. അതുപോലെ 20 മൈനസ് 15 ഈക്വൽ ടു 5 ആണ്. അതുപോലെ 25 മൈനസ് 20 ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഇത് ഓരോ ഇൻ്റർവെല്ലും ഈക്വലാണ്. അതുകൊണ്ടാണ് മേലെ പറയുന്നത് ഇൻ്റർപോളേഷൻ ഫോർമുല ഫോർ ഈക്വൽ ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. അതായത് ഈക്വൽ ഇൻ്റർവെല്ലാകുന്ന കേസിലാണ് ന്യൂട്ടൺസ് ഇൻ്റർപോളേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. പിന്നെ എച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻ്റർവെല്ലിനാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദി വാല്യൂസ്. ഈ ഇൻ്റർവെല്ലിൻ്റെ വാല്യൂ ആണ് എച്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ ഇക്വേഷൻ്റെ അകത്തുള്ള വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ നോട്ടാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്. ആ ഡെൽറ്റക്ക് പറയുന്ന പേരാണ് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ഓപ്പറേറ്ററാണ്. ഡെൽറ്റ വൈ നോട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, y1 മൈനസ് വൈ നോട്ട്. അതുപോലെ ഡെൽറ്റ y1 ഡിഫൈൻ ചെയ്യുന്നത് y2 മൈനസ് y1. ഡെൽറ്റ y2 ഡിഫൈൻ ചെയ്യുന്നത് y3 മൈനസ് y2. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ y3 എന്തായിരിക്കും? ഡെൽറ്റ y3 ഈക്വൽ ടു y4 മൈനസ് y3. ഡെൽറ്റ y4 എന്ന് പറഞ്ഞാൽ y5 മൈനസ് y4 ആൻഡ് സോ ഓൺ. അതേ ഫോമുലാണ് പോവുക. ഇത് ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്ററാണ്, ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററാണ്. അതുപോലെ സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡെൽറ്റ സ്ക്വയർ ഓഫ് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ വൈ നോട്ടാണ്. അതുപോലെ ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ തേർഡ് ഡിഫറൻസ് ഓപ്പറേറ്ററാണ്. ഡെൽറ്റ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഡെൽറ്റ സ്ക്വയർ y1 മൈനസ് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്. അതേ ഫോമിൽ പോകും. ഒരു എക്സാമ്പിൾ നോക്കാം. യൂസിങ് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല ഫൈൻഡ് y അറ്റ് എക്സ് ഈക്വൽ ടു 8 ഫ്രം ദി ഫോളോയിങ് ടേബിൾ. ഇവിടെ പറയുന്നുണ്ട് ഫോർവേഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചാൽ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു 8 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു 8 എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 0 മുതൽ 25 വരെയാണുള്ളത്. ഈ എക്സ് ഈക്വൽ ടു 8 എന്ന് പറയുന്നത് 0നോടാണ് ഏറ്റവും അടുത്തത്. അതായത് ഇനീഷ്യൽ പോയിൻ്റ് 0 ആണ്, എൻഡിങ് പോയിൻ്റ് 25 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എക്സ് ഈക്വൽ ടു 8 എന്ന് പറയുന്നത് 25നേക്കാളും കൂടുതൽ അടുത്തത് 0നോടാണ്. അതായത്
ഇനീഷ്യൽ പോയിൻറ്റിനോടാണ് തന്ന വാല്യൂസ് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം ചെയ്യുന്നത് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ വെച്ചിട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു ഒരു 21നോ 22നോ കറസ്പോണ്ടിങ് ആയിട്ടൊരു വൈ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല അപ്ലൈ ചെയ്യില്ല. അതായത് ആ 21ഉം 22ഉം ബാക്കോട്ടാണുള്ളത്. ഈ എൻഡിങ് പോയിൻറ്റിൻ്റെ അടുത്ത പോയിൻ്റാണ് വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഫോർവേഡ് അപ്ലൈ ചെയ്യില്ല. അവിടെയാണ് നമ്മൾ ബാക്ക്വേർഡ് അപ്ലൈ ചെയ്തത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ടൈപ്പ് ന്യൂട്ടൺസ് ഇൻ്റർപോളേഷൻ ഫോർമുലയുണ്ട്, ബാക്ക്വേർഡും ഫോർവേഡും. അപ്പോൾ ഫോർവേഡ് അപ്ലൈ ചെയ്യുന്നത് ഇനീഷ്യൽ തന്ന വാല്യൂസ് ഇനീഷ്യൽ പോയിൻറ്റിനോട് അടുക്കുമ്പോഴാണ് നമ്മൾ ഫോർവേഡ് അപ്ലൈ ചെയ്യുക. ബാക്ക്വേർഡ് എന്ന് പറയുന്നത് ബാക്കോട്ടാകുന്ന കേസിൽ. അത് ഓർമ്മിക്കണം. ഫോർമുല ഇതാണ്. y of x equal to y0 plus u by 1 factorial delta y0 plus u into u minus 1 divided by 2 factorial into delta square y0 plus etc. അപ്പോൾ ഈ ഫോർമുലയിൽ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഫോർമുലയിൽ വാല്യൂസ് ആദ്യം ഇട്ട് കൊടുക്കാൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. x0 equal to 5. അതാണ് എഴുതി. x0 equal to 5. h എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്നത് x1 മൈനസ് x0, ദാറ്റ് ഈസ് 5 മൈനസ് 0 ഈക്വൽ ടു 5. അതുപോലെ യു എന്ന് പറഞ്ഞാൽ പറഞ്ഞു യു ഈക്വൽ ടു എക്സ് മൈനസ് x0 ഡിവൈഡഡ് ബൈ എച്ച്. അതിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. യു ഈക്വൽ ടു എക്സ് മൈനസ് x0 ബൈ എച്ച്. 8 മൈനസ് x0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 8 മൈനസ് 0 ഡിവൈഡഡ് ബൈ എച്ച് 5 ആണ്. 8 ബൈ 5 ഈക്വൽ ടു 1.6. ഇനി ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0, ഡെൽറ്റ y0 ഈ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് തന്ന എക്സ് വാല്യൂസ്, ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്ന എക്സ് വാല്യൂസ് എഴുതി കൊടുക്കുക. 0, 5, 10, 15, 20, 25. കറസ്പോണ്ടിങ് വൈ വാല്യൂസ് എഴുതുക. 7, 11, 14, 18, 24, 32. ഇനി ഇത് ഫസ്റ്റ് ഫോർവേഡ് ടേബിളാണ്. ഇത് ഡെൽറ്റ വൈ കൊടുക്കുക. ഡെൽറ്റ സ്ക്വയർ വൈ, ഡെൽറ്റ ക്യൂബ് വൈ, ഡെൽറ്റ റേസ് ടു 4y, ഡെൽറ്റ റേസ് ടു 5y. ഇനി നമ്മൾ പറഞ്ഞു ഡെൽറ്റ y0 ഡിഫൈൻ ചെയ്യുന്നത് y1 മൈനസ് y0 ആണ്. അപ്പോൾ ഇവിടെ ഇത് y0 ആണ്, ഇത് x0 x1, ഇത് y0 y1 y2 എക്സെട്ര y5 വരെയുണ്ട്. അപ്പോൾ ഡെൽറ്റ y0 എന്ന് പറഞ്ഞാൽ y1 മൈനസ് y2 ആണ്. അതായത് 11 മൈനസ് 7 ഈക്വൽ ടു 4. ഡെൽറ്റ y1 എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ആണ്. y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 14 മൈനസ് 11 ഈക്വൽ ടു 3. അടുത്തത് ഡെൽറ്റ y2 ആയിരിക്കും. 18 മൈനസ് 14 ഈക്വൽ ടു 4. നെക്സ്റ്റ് 24 മൈനസ് 18 ഈക്വൽ ടു 6. നെക്സ്റ്റ് 32 മൈനസ് 24 ഈക്വൽ ടു 8. ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ഇനി സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് പറഞ്ഞു ഡെൽറ്റ സ്ക്വയർ y0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0 ആണ്. അപ്പോൾ എന്ത് വരും? 3 മൈനസ് 4 ഈക്വൽ ടു -1. 4 മൈനസ് 3 ഈക്വൽ ടു 1. നെക്സ്റ്റ് 6 മൈനസ് 4 ഈക്വൽ ടു 2. 8 മൈനസ് 6 ഈക്വൽ ടു 2. അതുപോലെ ഇനി ഓർമ്മിച്ചാൽ മതി. താഴത്തെ നമ്പറിൽ നിന്ന് തൊട്ട് മേലത്തെ നമ്പർ മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. അതായത് 1 മൈനസ് നെക്സ്റ്റ് ടേബിളിൻ്റെ അകത്ത് വരുന്നത് കോളത്തിൻ്റെ അകത്ത് വരുന്നത് 1 മൈനസ് -1 2. അടുത്തത് 2 മൈനസ് 1 1, 2 മൈനസ് 2 0. പിന്നെ വരുന്നത് 1 മൈനസ് 2 -1, 0 മൈനസ് 1 -1, മൈനസ് 1 മൈനസ് -1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഇനി നോക്കുക. ഇനി ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി എടുത്തെഴുതിയതാണ്. y0 പ്ലസ് യു ഇൻറ്റു ഡെൽറ്റ y0 പ്ലസ് യു ഇൻറ്റു u മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ y0 പ്ലസ് എക്സെട്ര. അപ്പോൾ y0 എന്ന് പറഞ്ഞാൽ x0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂസ് ആണ് y0 ഈക്വൽ ടു 7. യു എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് 1.6 ഇൻറ്റു ഡെൽറ്റ y0 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഫോർവേഡ് ഡിഫറൻസ് ടേബിളിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നമുക്ക് ഈ ഫോർമുലേൻ്റെ അകത്ത് ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0, ഡെൽറ്റ റേസ് ടു
4y0 ഈ വാല്യൂസേ വേണ്ടു. അപ്പോൾ ഫോർവേഡ് ടാബിൾ ക്രിയേറ്റ് ചെയ്താൽ ഇതിനകത്ത് ഏറ്റവും മേലെയുള്ള ആ വാല്യൂസ് എല്ലാ കോളത്തിലെയും ഫസ്റ്റ് വാല്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ y0 ആയിരിക്കും. ഇത് ഡെൽറ്റ y0, ഇത് ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0, ഡെൽറ്റ റേസ് ടു 4y0 ഈ ഫോമിലാണ് പോവുക. അപ്പോൾ എന്ത് ചെയ്യാം, ഈ വാല്യൂസ് എഴുതുക. ഡെൽറ്റ y0 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ഡെൽറ്റ y0 എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഡെൽറ്റ സ്ക്വയർ y0 എന്ന് പറയുന്നത് -1 ആണ്. ഡെൽറ്റ ക്യൂബ് y0 എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ u എന്ന് പറഞ്ഞാൽ 1.6 -1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ ബൈ -1 1.6 ഇൻറ്റു 1.6 -1 ഇൻറ്റു 1.6 - 2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ ക്യൂബ് y0 എന്ന് പറയുന്നത് 2 ആണ്. 2 പ്ലസ് ഫോർമുല ഇതാണ്. പ്ലസ് u ഇൻറ്റു u -1 1.6 -1 1.6 - 2 1.6 - 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഡെൽറ്റ റേസ് ടു 4y0 എന്ന് പറയുന്നത് -1 ആണ്. ഇൻറ്റു -1 ഈ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്താൽ ലാസ്റ്റ് ആൻസർ 12.77 കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഇത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി, അതായത് 0-ന് കറസ്പോണ്ടിങ് ആയിട്ട് 7 ആണ്, 5-ന് കറസ്പോണ്ടിങ് ആയിട്ട് 11 ആണ്, 10-ന് കറസ്പോണ്ടിങ് ആയിട്ട് 40 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂസ്. 8 എന്ന് പറഞ്ഞാൽ 5-നും 10-നും ഇടയിൽ വരുന്ന ഒരു വാല്യൂസ് ആണ്. അപ്പോൾ ഉറപ്പായിട്ട് y വാല്യൂസ് ഏതിനിടയിലായിരിക്കും? 11-നും 14-നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയത് 12.77 ആണ്. ഓക്കെ, താങ്ക് യു.